ഇത് മാൽദീവ്സ് എന്നുള്ള കാഴ്ചയാണ് കേട്ടോ. മാൽദീവ്സിലെ ഒരു ഐലൻഡിൽ നിന്നുള്ള കാഴ്ചയാണ്. ഇവിടെ നാളെയാണ് ഈദ് ആഘോഷിക്കുന്നത്. അപ്പോൾ 5 ദിവസം ലീവാണ്, ഗവൺമെൻറ് ഹോളിഡേയ്സാണ് കേട്ടോ. അവിടെ സർക്കാർ അവധിയാണ്, 5 ദിവസം അവധിയാണ്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ഇവരൊരു ഗ്രാൻഡായിട്ടുള്ള ഒരു പാർട്ടിയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതിൽ ഐലൻഡിലുള്ള എല്ലാവരും ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കുകയാണ്. അതിന് മുന്നോടിയായിട്ട് ഇവർ ആ വർഷം ഉള്ള പാവങ്ങളും തിന്മകളൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഇവർ ഈ തെങ്ങിൻ്റെ ഓല കൊണ്ട് വലിയൊരു രൂപം പോലെ ഉണ്ടാക്കിയിട്ട് അത് തീ കത്തിക്കുമ്പോൾ ഇവരുടെ വിശ്വാസം അനുസരിച്ച് എല്ലാ തിന്മകളും പോയിട്ട് നല്ലൊരു വർഷം ഇനി മുതൽ ഈ അടുത്തൊരു വർഷത്തേക്ക് എല്ലാ വിധത്തിലുള്ള അനുഗ്രഹങ്ങളും കിട്ടട്ടെ എന്ന് പറഞ്ഞിട്ടാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഗ്രാൻഡായിട്ടുള്ള ആഘോഷങ്ങളാണ് കേട്ടോ. ഈ ഐലൻഡിൽ 2 സ്റ്റേജുണ്ട്. 2 സ്റ്റേജിൽ, അതായത് ഉത്തരഭാഗത്തൊന്ന് ദക്ഷിണ ഭാഗത്തൊന്ന്. ആകെ ചെറിയ ഐലൻഡാണ്, 600 പേരേ ഉള്ളൂ. പക്ഷേ 2 സൈഡാണ്, തെക്ക് ഭാഗവും വടക്ക് ഭാഗവും. 2 സ്റ്റേജ് പ്രോഗ്രാമുണ്ട്, നിറയെ പ്രോഗ്രാംസൊക്കെ ഉണ്ട്. പറഞ്ഞു കേട്ടത് മാല ക്യാപിറ്റൽ സിറ്റിയിൽ നിന്ന് പൈസ കൊടുത്തിട്ട് ഡാൻസ് ടീമിനെ ഇറക്കിയിട്ടുണ്ടെന്നാണ് കേട്ടത് കേട്ടോ. അത്രയും നല്ല രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ ആഘോഷങ്ങളൊക്കെ ആയതുകൊണ്ട്, തുടക്കമായതുകൊണ്ട് ഇവരുടെ ട്രഡീഷണൽ ഡാൻസാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് കേട്ടോ. ചെറിയ കുടങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഡാൻസാണ്. അതിൻ്റെ കൂടെ തന്നെ ജെൻസിൻ്റെ അവരുടെ ഡാൻസ് ഉണ്ടായിരുന്നു. അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, ഇരുട്ടായതുകൊണ്ട്. ഇപ്പോൾ സ്റ്റേജിൻ്റെ പണിയൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് മുമ്പ് ഒരു സ്റ്റേജിൽ താഴെ നിന്നിട്ട്, നാളെ തുടക്കമാണല്ലോ, ഇതിൻ്റെ തുടക്കമാണ്. അപ്പോൾ അതിന് മുന്നുള്ള ഡാൻസൊക്കെയാണ്. ഇതിൽ ഒരു വിദേശി ഉണ്ട് കേട്ടോ, ഫോറിനേഴ്സ്, ടൂറിസ്റ്റായിട്ട് വന്നവർ ഈ ഡാൻസ് പഠിച്ചിട്ട് ഇവരുടെ കൂടെ ഡാൻസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ രസമായിട്ട് മനോഹരമായിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അത് നാളെയാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ളത്. അപ്പോൾ നാളെയാണ് എല്ലാ കാര്യങ്ങളും. കുറേ പ്രോഗ്രാം ഉണ്ടാവും, പകലും വൈകിട്ടും. അതേപോലെ തന്നെ രാത്രി തന്നെ നല്ല പ്രോഗ്രാം, 3-4 ദിവസത്തെ പ്രോഗ്രാമാണ്. സ്റ്റേജ് പ്രോഗ്രാമുകളൊക്കെ ഉണ്ടാവും. മെയിനായിട്ട് പാട്ട്, ഡാൻസ്, അതൊക്കെ തന്നെയാണ് മെയിനായിട്ട്. നോക്കാം എന്തായാലും. അതേപോലെ ഇന്നത്തെ ഇതെന്ന് പറയുമ്പോൾ ഭയങ്കര ബാർബിക്യൂ ഒക്കെ ആയിരുന്നു. ചിക്കൻ, അതേപോലെ തന്നെ ഫിഷ്, പിന്നെ സോസേജ്, പിന്നെ ഫ്രൈഡ് റൈസ്, നൂഡിൽസ്, പിന്നെ ചപ്പാത്തി പോലത്തെ ഇവർ റൊഷി എന്നാണ് പറയുക. അത് എല്ലാം ഉണ്ടായിരുന്നു. നല്ല പ്രോഗ്രാമായിരുന്നു, നല്ല ഫുഡൊക്കെ ആയിരുന്നു. പിന്നെ ജ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പായസം പോലത്തുള്ളൊരു സ്വീറ്റൊക്കെ ഉണ്ടായിരുന്നു. നല്ല രീതിയിൽ ഇത് ഡാൻസും ഇവരുടെ ട്രഡീഷണൽ ഡാൻസ് കേട്ടോ. നന്നായിട്ട് ഡാൻസ് ചെയ്യും ഇവരൊക്കെ. പിന്നെ നോക്കാം, ഇനിയും വരുന്ന ദിവസങ്ങളിൽ നമുക്ക് കൂടുതലായിട്ടുള്ള പ്രോഗ്രാമൊക്കെ കാണാൻ കഴിയും. അപ്പോൾ എന്തായാലും വീഡിയോ ഇടാം. സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ. ഐലൻഡിൽ മൊത്തമായിട്ട് ഫീസ്റ്റാണ് നടത്തുന്നത്. അതുകൊണ്ട് എല്ലാവരെയും വിളിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ട ബാർബിക്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ഫിഷ്, പിന്നെ സോസേജ്, ചിക്കൻ. അപ്പുറത്ത് ഫിഷ് മൊത്തത്തിൽ ഫ്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ, ബാർബിക്യൂ ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ ഫിഷ് അതിന് മാംസം എടുത്തിട്ട് അങ്ങനെ ബാർബിക്യൂ ചെയ്തതാണ്. പിന്നെ ഇത് സോസേജ് ബാർബിക്യൂ ചെയ്യാൻ വേണ്ടിയും ചെയ്തതൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് ചിക്കൻ, ഇത് ഫിഷ് ബാർബിക്യൂ ചെയ്ത് വെച്ച്, ഇത് ചിക്കൻ, ഫിഷ്, അങ്ങനെ എല്ലാം കുറേ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. കുറേ ആവശ്യത്തിന് വേണ്ട എല്ലാ മെറ്റീരിയലും അവർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതേപോലെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് റോഷി, നൂഡിൽസ്, കറികൾ, ചിക്കനും ഫിഷും എല്ലാം ഉണ്ട്. ഫ്രൈഡ് റൈസ്, നൂഡിൽസ്, ചിക്കൻ കറി, പിന്നെ ബാർബിക്യൂ ചെയ്ത കാര്യങ്ങളൊക്കെ ഉണ്ട്. ബാർബിക്യൂ, പിന്നെ ഇത് പായസം ആണ്, ഒരു സ്വീറ്റാണിത്. പിന്നെ ജ്യൂസ് ഐറ്റംസ് എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. ഇത് പിന്നെ അവർ ഒരു ബോട്ട് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്, ഷോയ്ക്ക് വേണ്ടിയുള്ളതാണ്. അപ്പോൾ മരവും പ്ലൈവുഡും ഒക്കെ വെച്ചിട്ട് സ്റ്റൈലായിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് പകൽ ഇതിൻ്റെ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്റ്റേജിൻ്റെ വർക്കും അതേപോലെ തന്നെ ഈ ബോട്ടിൻ്റെ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറേ ആൾക്കാരുടെ അധ്വാനമാണ് കേട്ടോ. കുറേ ദിവസങ്ങളായി, ഒരു 8-10 ദിവസമായിട്ടോ അധ്വാനം തുടങ്ങിയിട്ട്. എന്തായാലും ഈ പ്രാവശ്യത്തെ ഈദ് ഭയങ്കരമായിരിക്കും. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.
താങ്ക് യു ഗൈസ്.